ഹായ്, ഞാനിന്നൊരു വെണ്ടക്ക ഒരു പുതിയൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. നല്ല ടേസ്റ്റാണത്, ചോറിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല രസമാണത്, കഴിച്ചു നോക്കുക, നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ടി. ഹായ്, ഞാൻ ഐഷാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെന്താ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനിത് ഉണ്ടാക്കുന്നത് കണ്ടോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണിത്, നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. ഇതിന് ഞാൻ വെണ്ടയ്ക്ക ഇടാൻ പോവുകയാണ്. ആദ്യം ഇത് വെണ്ടക്ക വറുത്ത് കോരി മാറ്റി വെക്കണം. ഒക്കെ നന്നായിട്ട് സ്പാച്ചിലുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. നന്നായിട്ട് ഇത് ആദ്യം ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. വെണ്ടയ്ക്ക ഒന്ന് വഴന്ന് വന്നോട്ടെ. ഇനി നമ്മളിത് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് വെണ്ടക്ക കോരി മാറ്റി വെക്കണം കേട്ടോ. വെണ്ടക്ക ഒന്ന് കോരി മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ പൊട്ടറ്റോ ഇട്ടു, വെണ്ടയ്ക്ക എടുത്ത് കഴിഞ്ഞതിന് ശേഷം പൊട്ടറ്റോ ഇട്ട് കേട്ടോ. അതിനിടയ്ക്ക് എന്തോ മൊബൈൽ പെട്ടെന്ന് ഓഫായി പോയേ. ഇങ്ങനെ പൊട്ടറ്റോ ഒന്ന് വറുത്ത് കോരിയിട്ട് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ പൊട്ടറ്റോ വറുത്ത് കോരി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെയ്യേണ്ടത് കുറച്ച് കടുകിടുക. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉഴുന്ന പരിപ്പിടുക. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ. അത് മൂത്ത് വരുന്നുണ്ട്, പൊട്ടി തീരാനായി കേട്ടോ. പൊട്ടി തീർന്നതിന് ശേഷം ഇത് കണ്ടില്ലേ, നമ്മൾ കുറച്ച് ചില്ലി ഫ്ലാക്സ് ഇടുക കേട്ടോ. ചില്ലി ഫ്ലാക്സ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ സവോള എടുത്തിട്ട് കേട്ടോ. സവോള വഴറ്റാനിടും. സവോള നന്നായിട്ട് വഴറ്റണം. ഇപ്പോൾ സവോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പം അതിനകത്തോക്കിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുക, ചതച്ചിടണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, എല്ലാ വശത്തോട്ടും ഈ ചട്ടകം പോവണം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഉപ്പിടുക. നമുക്കിപ്പോൾ ആവശ്യത്തിന്, നമുക്ക് എത്രയാണ് ആവശ്യം അത്രയും ഉപ്പിടുക. ഇപ്പം നമ്മൾ ഉപ്പിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടുക. നമുക്ക് എത്രയാണ് എടുക്കുന്നത് അതിനുള്ള മഞ്ഞൾപ്പൊടി ഇടുക. പിന്നീട് ഇതിനകത്തേക്ക് കാശ്മീരി ചില്ലി ഇടണം കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടും കഴിക്കുകയാണെന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കും. നല്ല കാശ്മീരി ചില്ലി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി നമ്മൾ എന്ത് ചെയ്യുക, ഈ വറുത്ത് വെച്ച പൊട്ടറ്റോ ഇല്ലേ, ഇത് ഇതിനകത്തേക്ക് ഇടുക. അതേപോലെ തന്നെ ഈ മുരിങ്ങാക്കായ ഇടുക. മുരിങ്ങാക്കായ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ച് നമ്മൾ വേവിക്കുക. വെള്ളം ഒഴിക്കേണ്ട, ചെറിയ ഫ്ലെയിമിനകത്ത് ഇത് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. വെള്ളം ഒഴിക്കരുതേ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വെണ്ടയ്ക്ക എടുത്തിടണം കേട്ടോ. നമ്മൾ വറുത്ത് കോരി വെച്ച വെണ്ടയ്ക്കല്ലേ, അതിടുക. അതിട്ട് കരിവേപ്പിലയും ഇടുക കേട്ടോ. കരിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കടന്നിട്ടൊന്ന് വേവട്ടെ കേട്ടോ. ഈ മസാലയിൽ കടന്നിട്ട് ഇതൊന്ന് വേവണം നന്നായിട്ട്. അപ്പം നമ്മുടെ ഈ വെണ്ടയ്ക്കയും ഇത് നന്നായിട്ട് ഇതായിട്ടുണ്ട് കണ്ടോ. ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക, മുരിങ്ങാക്കായ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് നിങ്ങൾ. ഒത്തിരി ടേസ്റ്റ്. ചോറുണ്ട്, ഇത് മാത്രം മതി ചോറുണ്ണാൻ. ഇനി വേണമെന്നൊരു ചെറിയ കുറച്ച് തൈര് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറുണ്ണാം. ഇനി നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, നല്ല ടേസ്റ്റാണ്. അതൊന്ന് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. ഇങ്ങനെ എന്നിട്ട് ഇതിൻ്റെ കൂടെ ചോറ് കൂട്ടി കഴിക്കണം. ചോറ് കഴിക്കാം, ചപ്പാത്തി കഴിക്കാം, എല്ലാം കഴിക്കാം. ഇങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലൈക്കണൊക്കെ അമർത്തണേ. ഓക്കെ.